കഴിഞ്ഞ 30 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ തൃശ്ശൂരിൽ പുത്തൂരിൽ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ അത് കാണാനും അതിലെ പങ്കാളികളാകാനും ഒരുപാട് പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക്, ഏറ്റവും വലിപ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ്. ഇനി ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക്. അങ്ങനെ പ്രത്യേകതകൾ ഏറെയുള്ള തൃശ്ശൂരിലെ നമ്മുടെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലെ ഉദ്ഘാടന കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാർക്കിന്റെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടുവരാത്ത തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പലതരത്തിലുള്ള പക്ഷി മൃഗാദികളെ ഇവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇനങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ളവ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വരുന്ന 2 മാസക്കാലം എന്ന് പറയുന്നത് ഇവിടെ ട്രയൽ റണ്ണാണ്. ആ ഒരു ട്രയൽ റൺ കാലത്ത് വിദ്യാർത്ഥികൾക്കും അതുപോലെ സീനിയർ സിറ്റിസൺ പല ഗ്രൂപ്പുകൾക്കാണ് ഇവിടെ കാണാനും ഈ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം. ഈ 2 മാസത്തിന് ശേഷം ജനുവരിയിൽ പൊതുജനങ്ങൾക്കായിട്ട് സുവോളജിക്കൽ പാർക്ക് തുറന്നു കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഡബിൾ ഡെക്കർ ബസ്, KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് തൃശ്ശൂരിൽ നിന്നും ഇവിടേക്ക് സർവീസ് ആരംഭിക്കുന്നതും ജനുവരിയിൽ തന്നെയാണ്. ലോക പ്രശസ്ത സൂ ഡിസൈനറായ ജോൺ കോ, ഓസ്ട്രേലിയൻ വിദഗ്ധനായിട്ടുള്ള ജോൺ കോ ആണ് സൂവിൻ്റെ ഡിസൈനിങ് ആദ്യകാലത്തൊക്കെ മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കൻ സുളു ലാൻഡ് സോൺ, കൻഹ സോൺ, സൈലന്റ് വാലി സോൺ, ഇരവിപുരം സോൺ തുടങ്ങി ഓരോ ഇനങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊണ്ടാണ് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഒരുക്കിയിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായിട്ട് വെള്ളക്കടുവ, മഞ്ഞ അനക്കോണ്ട എന്നിവയെ എത്തിക്കാനുള്ള നടപടികൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. വിദേശത്ത് നിന്നും പച്ച അനക്കോണ്ട, ജിറാഫ്, സീബ്ര ഇവയും എത്തിക്കുന്നുണ്ട്. 4.5 കിലോമീറ്ററോളം ചുറ്റി നടന്ന് കാണാനുള്ള കാഴ്ചകളാണ് ഇവിടെ പാർക്കിലുള്ളത്. 5 കഫ്റ്റേരിയകളും പല ഭാഗങ്ങളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 15 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാവുന്ന ക്രമീകരണങ്ങളാണ് സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. 44 ഇനങ്ങളിലായിട്ട് 439 പക്ഷി മൃഗാദികൾ ഇവിടെ ഉണ്ട്. 336 ഏക്കർ വിസ്തൃതിയിൽ 370.5 കോടി രൂപ ചെലവിൽ 3 ഘട്ടമായിട്ട് നിർമ്മിച്ച ഈ സുവോളജിക്കൽ പാർക്ക് 23 തീം സോണുകളിലായി വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങളും തുറന്ന കൂടുകളും ഒരുക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ ആണ്. വലിപ്പത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ്. അപ്പം നമുക്കിനി അഭിമാനത്തോടെ പറയാം, നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഇവിടെ ഓപ്പൺ ആവുകയാണ് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട്. അതിലൊരു നമുക്ക് മുൻപൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളൊരു ടൂർ പോകുമ്പോഴൊക്കെ കാണുന്ന കാഴ്ചകളായിരിക്കും ഒരു പക്ഷേ ഇതുപോലുള്ള കാഴ്ചകൾ. അത് നമുക്കിനി നമ്മുടെ നാട്ടിൽ തന്നെ ആസ്വദിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം.